ഒരു നദി ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാന ആധാരമായ ജലത്തെയും വഹിച്ച് യാത്ര ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ഈ ലോകം മരുഭൂമിയായി മാറാൻ അനുവദിക്കാതെ ജീവന്റെ പച്ചപ്പ് വഹിക്കുന്ന നാഡികൾ പോലെ അനുസ്യൂതമൊഴുകിക്കൊണ്ടിരിക്കുന്ന പ്രതീക്ഷയുടെ പ്രവാഹങ്ങളാണ് ഓരോ നദിയും. നദീതീരങ്ങളിലാണ് എല്ലാ മഹത്തായ സംസ്കാരങ്ങളും കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ സംസ്കാരങ്ങളെയെല്ലാം സചേതനമായി നിലനിർത്തിയിരുന്ന നമ്മുടെ നദികളെ വിഷപൂരിതമാക്കി മാറ്റിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായശാലകൾ പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ, ഗാർഹിക മാലിന്യങ്ങൾ, കൃഷിക്കായി ഉപയോഗിക്കുന്ന വളങ്ങളും കീടനാശിനികളും, നഗരങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ എന്നിവ കൂടാതെ സീവേജ് മാലിന്യങ്ങൾ അടക്കമുള്ള ജൈവ മാലിന്യങ്ങളും ഇതെല്ലാം ചേർന്നാണ് ഈ നദികളെ മലിനീകരിക്കുന്നത്. ഈ വ്യത്യസ്ത മാലിന്യങ്ങളുടെ അളവുകളിൽ പ്രാദേശികമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷെ വർത്തമാനകാലത്ത് രാസമാലിന്യങ്ങളുടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും അളവ് എല്ലാ നദികളിലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. നദികളെ മലിനമാക്കുന്ന ഉറവിടങ്ങളെ പൊതുവിൽ നമുക്ക് രണ്ടായി തിരിക്കാം. പോയിന്റ്, നോൺ പോയിന്റ് എന്നിവയാണ് അവ. കൃത്യമായ ഉറവിടം നിശ്ചയിക്കാൻ സാധിക്കുന്ന മാലിന്യങ്ങൾക്ക് പോയിന്റ് പൊല്യൂഷൻ എന്ന് പറയാം. ഫാക്ടറികളും അവ പുറത്തുവിടുന്ന മാലിന്യങ്ങളും ഒരു ഉദാഹരണമാണ്. ഫാക്ടറികളുടെ മലിനജല പൈപ്പുകൾ നദികളിലേക്ക് തുറന്നു വിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിയമപരമായി നോക്കിയാൽ കൃത്യമായ മലിനജല സംസ്കരണ സംവിധാനങ്ങളിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച ശേഷം മാത്രമേ ഈ ജലം നദികളിലേക്ക് ഒഴുക്കാൻ പാടുള്ളൂ. ദൗർഭാഗ്യമോ ഉത്തരവാദിത്വമില്ലായ്മയോ എന്തു തന്നെ ആയാലും നമ്മുടെ നാട്ടിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഇക്കാര്യത്തിൽ കണ്ടുവരുന്നത്. വിവിധ ഉറവിടങ്ങളിൽ നിന്ന് നദികളിലേക്കും പുഴകളിലേക്കും എത്തുന്ന കൃത്യമായ ഉറവിടം പറയാനാകാത്ത മാലിന്യങ്ങളാണ് നോൺ പോയിന്റ് പൊല്യൂഷൻ എന്ന രണ്ടാം ഉറവിട വിഭാഗത്തിൽപ്പെടുന്നത്. വിവിധ പ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ നിറഞ്ഞ മഴവെള്ളം നോൺ പോയിന്റ് പൊല്യൂഷന് ഉദാഹരണമാണ്. ഇത്തരം മാലിന്യങ്ങളിൽ വീട്ടുമുറ്റത്ത് അലക്ഷ്യമായി വലിച്ചെറിയുന്ന മരുന്നുകുപ്പികൾ മുതൽ റോഡിൽ ഒഴുകി പരക്കുന്ന പെട്രോളും ഡീസലും ഗ്രീസും വരെ ഉണ്ട്. പോയിന്റ്, നോൺ പോയിന്റ് ഉറവിടങ്ങളിലൂടെ നദികളിലേക്ക് എത്തുന്ന മാലിന്യങ്ങളെ നമുക്ക് 5ആയി തരംതിരിക്കാം. 1. പോഷകങ്ങൾ അഥവാ ന്യൂട്രിയൻസ്. 2. രാസവസ്തുക്കൾ. 3. മലിനജലവും എണ്ണച്ചോർച്ചയും. 4. ഭൂഗർഭജലം മൂലമുള്ള മലിനീകരണം. 5. നവലോക മാലിന്യങ്ങൾ, ഉപരിതല മലിനീകരണം എന്നിവയാണ് അവ. ആദ്യം നമുക്ക് പോഷകങ്ങൾ അഥവാ ന്യൂട്രിയൻസ്. ആ വിഭാഗത്തിൽപ്പെടുന്ന ഫോസ്ഫറസും നൈട്രേറ്റും ഉൾപ്പെടുന്നു. കാർഷിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വളങ്ങളിലും രാസവസ്തുക്കളിലും ഉൾപ്പെടുന്ന ഫോസ്ഫറസും നൈട്രേറ്റും മഴയിലൂടെയും മലിനജല പൈപ്പുകൾ വഴിയും നദികളിലേക്ക് എത്തിച്ചേരുന്നു. അമിതമായ അളവിൽ പോഷകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് നദികളിലേക്ക് എത്തിച്ചേരുന്നത് യൂട്രോഫിക്കേഷനിലേക്ക് നയിച്ചേക്കാം. ഇത് പായൽ വളരുന്നതിനും വെള്ളത്തിൽ ഓക്സിജൻ കുറയുന്നതിനും കാരണമാകുന്നു. ഓക്സിജൻ ഇല്ലായ്മ ജലജീവികളുടെ മരണത്തിലേക്കാണ് നയിക്കുക. അപൂർവ ഇനങ്ങളിൽപ്പെട്ട ജലജീവികൾക്ക് തന്നെ എന്നേക്കുമായി വംശനാശം സംഭവിച്ചു എന്നും വരാം. നദികളെ ഉപജീവനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ലക്ഷക്കണക്കിന് കർഷകർക്കും ഇതുമൂലം ജീവിതം നരകമായി മാറും. 2. രാസവസ്തുക്കൾ. ഖനലോഹങ്ങളായ ലെഡ്, മെർക്കുറി, കാഡ്മിയം എന്നിവയാണ് പ്രധാനമായും രാസമലിനീകരണമുണ്ടാക്കുന്ന വിഷവസ്തുക്കൾ. വ്യാവസായിക പ്രക്രിയകൾ, ഖനനം, തെറ്റായ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ഈ ഹെവി മെറ്റൽസ് മുഖേനയുള്ള മലിനീകരണത്തിന് കാരണമാകുന്നു. ഈ ലോഹങ്ങൾ ജലത്തിലും ജലജീവികളിലും അടിഞ്ഞുകൂടുന്നു. നേരിട്ടോ അല്ലാതെയോ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്ന ഇത്തരം മാലിന്യങ്ങൾ പ്രധാനമായും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഒപ്പം നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. ഇനി 3. മലിനജലവും എണ്ണച്ചോർച്ചയും.
വീടുകളിലെയും ഫാക്ടറികളിലെയും സിങ്കുകൾ, ഷവർ, ടോയ്ലറ്റുകൾ എന്നിവയിൽ നിന്നും വാണിജ്യ, വ്യാവസായിക, കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള മലിനജലം പുഴകളിലേക്കും നദികളിലേക്കും എത്തുന്നത് വഴി സംഭവിക്കുന്ന മലിനീകരണമാണ് നദികളെ ഏറ്റവും അധികം ശ്വാസം മുട്ടിക്കുന്നത്. ഇടതടവില്ലാതെ ഒഴുകിയെത്തുന്ന ഇത്തരം മലിനജലം സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് നദികളുടെ മരണമണി മുഴക്കുന്നു. ലോകത്തെ 80% മലിനജലവും യാതൊരുവിധ ശുദ്ധീകരണ പ്രക്രിയകളും നടത്താതെ നദികളിലേക്ക് ഒഴുക്കിവിടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി 4, ഭൂഗർഭജലം മൂലമുള്ള മലിനീകരണം. വിവിധ മാർഗങ്ങളിലൂടെ ഭൂഗർഭജലം നദികളിലേക്ക് എത്തുന്നുണ്ട്. കൃഷിസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കലർന്ന മലിനജലം, സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മലിനജലം, മാലിന്യങ്ങൾ നിറഞ്ഞ ലാൻഡ് ഫില്ലുകളിൽ നിന്നും ഭൂമിക്കടിയിലേക്ക് ഒലിച്ചിറങ്ങുന്ന ലീച്ചേറ്റുകൾ, മലിനജല സംസ്കരണ പ്ലാന്റുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ മലിനജലം, പെട്രോൾ പമ്പുകളിൽ നിന്നും ഭൂമിക്കടിയിലേക്ക് കലരുന്ന ഇന്ധനങ്ങൾ നിറഞ്ഞ മാലിന്യങ്ങൾ എന്നിവയെ കൂടാതെ ഭൂമിക്കടിയിൽ സ്വാഭാവികമായി കാണുന്ന ആർസെനിക് പോലുള്ള മാരക വിഷങ്ങളും ഭൂഗർഭജലത്തിൽ കലർന്ന് നദികളെ വിഷമയമാക്കുന്നു. നേരത്തെ നാം ഭൂഗർഭജലത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇത്തരം മലിനീകരണം മനുഷ്യന്റെ ഏറ്റവും ഉറപ്പുള്ള കുടിവെള്ള സ്രോതസ്സായ ഭൂഗർഭജലത്തെയും വിഷമയമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി 5, ഉപരിതല മലിനീകരണം. പ്ലാസ്റ്റിക് ബോട്ടിലുകളും കവറുകളും തെർമോകോൾ അടക്കമുള്ള മറ്റ് ഖരമാലിന്യങ്ങളും വലിച്ചെറിയാൻ ലോകം ഉപയോഗിക്കുന്നത് നദികളെയാണ്. ഈ ഖരമാലിന്യങ്ങൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടന്ന് നദിയുടെ സ്വാഭാവിക ജീവിതം നശിപ്പിക്കുന്നു. ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ട മനോഹരമായ നദീതടങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ അനേകം കാണാൻ സാധിക്കും. കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കോടിയും തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കണ്ടൽക്കാടുകളും ഇന്ന് സഞ്ചാരികൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഉപരിതല ജലമലിനീകരണവും മൂലം മരണത്തോട് സമമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇവയ്ക്കൊക്കെ പുറമെയാണ് പുത്തൻ ലോകക്രമത്തിന്റെ സംഭാവനയായി നദികളിലേക്ക് ഒഴുകിയെത്തുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളും ഹെവി മെറ്റലുകളും മാരക രോഗകാരികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള സൂക്ഷ്മ ജീവികളും. ഇവയിൽ തന്നെ മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ് ഏറ്റവും ഭീതി പടർത്തുന്നത്. 5 മില്ലിമീറ്ററിൽ താഴെ മാത്രം വലുപ്പമുള്ള പ്ലാസ്റ്റിക് കണങ്ങളാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. സാധാരണ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ വിഘടിത രൂപമായും സിന്തറ്റിക് അക്രിലിക് പോളിസ്റ്റർ വസ്ത്രങ്ങളിൽ നിന്നും സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നും ഭക്ഷണപ്പൊതികളിൽ നിന്നുമൊക്കെ വെള്ളത്തിലേക്ക് കലരുന്ന മൈക്രോ പ്ലാസ്റ്റിക് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും നശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലും നദീജലത്തിലും ഇവയുടെ സാന്നിധ്യം ഉണ്ടാകും. ജലജീവികളെ ആഹരിക്കുന്ന മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിലേക്ക് ഈ പ്ലാസ്റ്റിക് കണങ്ങളും അനായാസം എത്തിച്ചേരും. ശേഷം സംഭവിക്കുന്ന ഗുരുതര അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പെരിയാറിൽ ഈ കഴിഞ്ഞ ജൂലൈ 22 സംഭവിച്ച ദുരന്തം ഏലൂർ ഇടയാർ മേഖലയിലുള്ള വ്യവസായശാലകൾ കാണിക്കുന്ന അനാസ്ഥയുടെ തുടർച്ചയാണ്. 1998 ജൂൺ 11 പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയാണ് ഏറ്റവും വലുത്. അന്ന് പെരിയാറിന്റെ ഏകദേശം 8 കിലോമീറ്ററിലേറെ ഭാഗത്തായി 5 കോടിയുടെ മത്സ്യനാശമുണ്ടായി. 1998 സമാനമായ മത്സ്യനാശമാണ് ഇപ്പോൾ പെരിയാറിലും കൈവഴികളിലുമായി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ 15ലേറെ മത്സ്യക്കുരുതികൾ ഉണ്ടായി. ഈ വർഷം ഇതുവരെ 9 തവണയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. എല്ലാം രാസമാലിന്യങ്ങൾ ഒഴുക്കിവിട്ടുള്ള മലിനീകരണത്തെ തുടർന്നായിരുന്നു. 15 കൊല്ലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 2022 മെയ് 27 ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് വന്നത്.
വ്യവസായശാലകളിൽ നിന്ന് പെരിയാറിലേക്ക് ഒഴുക്കവിടുന്ന മാലിന്യം പരിപൂർണമായി ഒഴിവാക്കണമെന്നായിരുന്നു ഉത്തരവ്. അതുമാത്രമല്ല, മാലിന്യം ശുചീകരിച്ചെടുക്കുന്ന വെള്ളം പോലും പെരിയാറിലേക്ക് ഒഴുക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. ആ ഉത്തരവിറങ്ങി 1 വർഷം തികയുന്നതിന് മുൻപാണ് വ്യവസായശാലകൾ ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറുന്നത്. ഇനി ഈ നദികളെ, നമ്മുടെ 44 നദികളെ പുനർജീവിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യത്തേത് ബോധവൽക്കരണം തന്നെ. ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബിസിനസ്സുകാരെയും എല്ലാവരെയും നദി മലിനീകരണം എന്ന വിഷയത്തെക്കുറിച്ച്, അതുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ബോധവാന്മാരാക്കണം. അത് തീർച്ചയായിട്ടും ഒന്നാമത്തെ സ്റ്റെപ്പായിരിക്കണം. 2, വ്യവസായ മേഖലയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലത്തിൻ്റെ കാരണം അത് കുറയ്ക്കണം. അതിനുള്ള ഉത്തരവുകളൊക്കെ കോടതികൾ നൽകിയിട്ടുണ്ടെന്ന് നാം കണ്ടു. പക്ഷേ അത് പ്രായോഗികമായി നടപ്പിലാക്കണം. 3, ശരിയായ മാലിന്യ മാനേജ്മെൻറ്റ്, പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാക്കണം. അത് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ നാം നിർമ്മാർജ്ജനം ചെയ്യണം. അത് ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് വേർതിരിക്കണം. ആ രീതിയിൽ നമ്മുടെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നമ്മുടെ നാട്ടിൽ ഉടനീളം ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ. പിന്നെ 4ാമത് വേണ്ടുന്നത്, കൃഷിയിടങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്ത് വേണം നമ്മളുടെ നദികളിലേക്ക് എത്തേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേണ്ടത്, നമ്മുടെ കക്കൂസ് മാലിന്യങ്ങൾ നദിയിലേക്ക് കൊണ്ട് ഒഴുക്കി വിടുന്നത് നമ്മൾ റെഗുലേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. അത് നിർത്തലാക്കുകയാണ് വേണ്ടത്. അത് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് വലിയ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയും വേണ്ടുന്നത്, കരയും നദിയും തമ്മിലുള്ള സമ്പർക്ക മുഖത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. അവിടെ ചില പ്രദേശങ്ങളിൽ റിപ്പേറിയൻ വുഡ്ലാൻഡ്, റിപ്പേറിയൻ ഫോറസ്റ്റ്, റിപ്പേറിയൻ ബഫർ സോൺ, റിപ്പേറിയൻ കോറിഡോർ അല്ലെങ്കിൽ റിപ്പേറിയൻ സ്ട്രിപ്പ് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നാം നമ്മുടെ നദികളെ സംരക്ഷിക്കണം. ഇനി വേണ്ടുന്നത് ഒരു ഹരിത അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കലാണ്. വെറ്റ്ലാൻഡ്സ് ഉണ്ടാക്കുക, റെയിൻ ഗാർഡൻസ് ഉണ്ടാക്കുക. ഈവൻ നമ്മുടെ നടപ്പാതകളിലിടുന്ന ടൈൽസ് പോലും വെള്ളം താഴേക്ക് പോകാൻ ഇടവരുത്തുന്നവയായിരിക്കണം. അല്ലാതെ അത് വെറുതെ പുറത്തോട്ടങ്ങ് ഒഴുക്കിക്കളയുന്ന രീതിയിലുള്ള ടൈലുകൾ ആവരുത്. പിന്നെ വേണ്ടുന്നത്, നമ്മൾ ഈ നദികൾ ഒഴുകുന്ന ഭാഗങ്ങളിൽ ഇരുകരകളിലുമുള്ള മനുഷ്യരെ ഈ നദി സംരക്ഷണത്തിൽ അവരെ ഭാഗഭാക്കുകളാക്കണം. നിളയുടെ സ്നേഹിതർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് NGOs അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ആത്മാർത്ഥമായിട്ട് നദിയുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ സംരക്ഷണ പരിപാടിയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ വേണ്ടുന്നത് ഒരു വലിയ പോളിസി ചേഞ്ചാണ്. എന്ത് പോളിസി ചേഞ്ചാണ്? ഒരു പുതിയ ലെജിസ്ലേഷൻ ഉണ്ടാക്കുക, നിയമനിർമ്മാണം ഉണ്ടാക്കുക, റിവർ പൊല്യൂഷൻ തടയാനുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും അത്യാവശ്യം ഇവിടെ ഒരു റിവർ ബേസിൻ അതോറിറ്റി ഉണ്ടാക്കുകയാണ്. ഗവൺമെൻറ് പല പല പുതിയ പുതിയ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ 44 നദികളെയും സംരക്ഷിക്കാൻ വേണ്ട അധികാരമുള്ള ഒരു അതോറിറ്റി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് മുൻകൈ എടുത്ത ആളാണ്. ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇങ്ങനെയൊരു അതോറിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഞാൻ ക്യാബിനറ്റിൽ ഒരു പേപ്പർ തന്നെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ പറയുകയും ചെയ്തു, ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് വന്ന് ചേക്കാറാനുള്ള ഒരു അതോറിറ്റി ആവരുത്. അപ്പോൾ ഇത് ഇപ്പം നിളയുടെ തീരത്ത് ഈ അതോറിറ്റി നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർക്ക് അവിടേക്ക് ട്രാൻസ്ഫർ മേടിച്ചു കൊടുക്കുക, അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു താവളമാക്കുക. അങ്ങനെ ആക്കാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ഇതിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ വക കാര്യങ്ങളിൽ കമ്മിറ്റ്മെൻ്റാണ്, പ്രതിബദ്ധതയാണ്
ഏറ്റവും വലുത്. അങ്ങനെ പ്രതിബദ്ധതയുള്ള ആൾക്കാർ മാത്രമേ ഇതിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. അതോടൊപ്പം തന്നെ ഇതിന് വലിയ അധികാരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പേപ്പർ ഞാൻ ക്യാബിനറ്റിൽ പ്രസന്റ് ചെയ്തപ്പോൾ തന്നെ ക്യാബിനറ്റിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിലാക്കണം? ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണോ അതോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണോ ആവേണ്ടത്? കാരണം നദികളിൽ നിന്നും മണ്ണ് നീക്കുന്നത് ഒരു വലിയ റവന്യൂ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യുന്നത്. എന്നാൽ നദീ സംരക്ഷണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. അപ്പോൾ ഇതിൽ ആരുടെ കീഴിലാവണമെന്ന അധികാര തർക്കം ഉണ്ടായതോടുകൂടി ഞാൻ പ്രസന്റ് ചെയ്ത പേപ്പർ പിന്നെ വെളിച്ചം കണ്ടിട്ടില്ല. എൻ്റെ റിട്ടയർമെന്റ് വരെ അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടുള്ളതായി തോന്നുന്നുമില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിൽ മുങ്ങി മരിച്ച ജോയ് ഇന്നും നമ്മുടെ വേദനയാണ്. ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറുമൊക്കെ മനുഷ്യന്റെ ക്രൂരതയുടെ മുഖമാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രനിലേക്ക് ആളെ കയറ്റിവിടുന്ന കാലത്ത് സ്വന്തം മാലിന്യം യഥാവധി സംസ്കരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നത്? മാലിന്യ സംസ്കരണത്തിന് പ്രായോഗികമായി ഒരു മാർഗമേ ഉള്ളൂ. അത് അതത് വീടുകളിൽ തന്നെ നടത്തേണ്ട സെഗ്രിഗേഷൻ അഥവാ തരംതിരിവും ജൈവ മാലിന്യ സംസ്കരണവുമാണ്. അതൊന്നും ചെയ്യാതെ അധികാരികളെ പഴിക്കുന്നത് സ്വന്തം മുഖത്തേക്ക് ചെളിവാരി എറിയുന്നതിന് തുല്യമാണ്. വാട്ടർ അതോറിറ്റി പൈപ്പിലൂടെ മലിനജലം വീട്ടിലെത്തിയതിനെ തുടർന്ന് മഞ്ഞപ്പിത്തം വന്ന് മരിച്ച വേങ്ങൂർ എന്ന ഗ്രാമത്തിലെ അഞ്ജന എന്ന യുവതി നദീ മലിനീകരണത്തിന്റെ അവസാന ഇരയല്ല. ഈ നാട്ടിലെ ഏതൊരു മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും ഇതേ അവസ്ഥ പ്രതീക്ഷിക്കാം. പക്ഷേ വെള്ളായണിക്കായലിൽ സ്വന്തമായി നിർമ്മിച്ച തോണി തുഴഞ്ഞ് കിലോ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന ബിനു എന്ന തൊഴിലാളിയെപ്പോലെ അനേകം പ്രകൃതി സ്നേഹികൾ ജീവിക്കുന്ന നാടാണ് നമ്മുടേത്. പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. നാളെ നമ്മുടെ നാടും മാലിന്യമുക്തമായ നദികളാൽ സമ്പന്നമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.